എൻ്റർടൈൻമെൻറ്റ് ജേർണലിസം സിനിമയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ പല ചാനൽ മുതലാളിമാരുടെയും കളിപ്പാവകളായിട്ട് ജേർണലിസ്റ്റുകൾ മാറി. താങ്കളെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം RSS ആണ്. RSSലൂടെയാണ് താങ്കൾ തുടങ്ങിയത്. അമിത്ഷായുടെ റിലേഷൻ നിങ്ങളുടെ പാർട്ടാണ്. അവിടെ രാഷ്ട്രീയം വരില്ല എന്ന് താങ്കൾക്ക് ആത്മാർത്ഥമായി ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും. മുന്നിലുള്ള കർമ്മ ന്യൂസ് ചെയ്യുന്ന വാർത്തകൾ പണം വാങ്ങാറുണ്ട്, പണത്തിനൊപ്പം സഞ്ചരിക്കാറുണ്ട്, പൊതുവെ പറയുന്നതാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ പരാമർശിച്ചല്ലോ, ഏതൊരു നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞു. അല്ല, അമിത്ഷായുടെ ഏതൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ല, പേര് താങ്കൾ പറയണം, പേരെങ്കിലും താങ്കളൊന്ന് പറയണം. ഏതോ ഒരു നേതാവെന്ന് ഒരിക്കലും പറയല്ല, അത് ശരിയല്ല. തെറ്റിദ്ധാരണകളല്ല കേട്ടോ, പൊതുവെയുള്ള ധാരണ തന്നെയാണ്. തെറ്റിദ്ധാരണയെന്ന് താങ്കൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എനിക്ക് മടിയാണ്, ഒരിക്കലും അംഗീകരിക്കില്ല. വിത്തൗട്ട് എവിഡൻസ് വി കനോട്ട് ആർഗ്യൂ. ന്യൂസുകൾ മാത്രം കണ്ടാൽ മതിയല്ലോ. ഒരു ചാനലിലും ഒരു രാഷ്ട്രീയത്തിനോടൊപ്പം അടുത്ത് നിൽക്കാതെ ഇന്നുവരെ നിലനിന്നിട്ടില്ല എന്ന ചരിത്രമാണ് മലയാളികൾ കണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഷോ പോളിഷ് ചെയ്യുന്ന രാഷ്ട്രീയ തത്വശാസ്ത്രം ഞാൻ പാലിച്ചിരുന്നെങ്കിൽ പവർ ഹയറാർക്കിയിൽ എനിക്ക് പോകാൻ പറ്റുമായിരുന്നു. ഞാൻ അതിനൊരു ഗ്ലോറിഫൈഡ് പിമ്പിംഗ് എന്നാണ് വിളിക്കുക. അല്ലാതെ ശിങ്കാരി മേളത്തിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിന് ഞങ്ങൾക്ക് വേണ്ട. ശരിക്കും കൊടുത്തട്ടോ. ഈ തലമുറയിൽ എനിക്കൊരു പ്രതീക്ഷയില്ല. ഇനി വരുന്ന കൊച്ചു പൈതങ്ങൾക്ക് റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തൊരു പുതിയ കേരളം അതിനി മാധ്യമത്തിലൂടെ മാത്രമേ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം അറിയുന്ന ഒരാളാണ് ഞാൻ.